ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മളൊരു പാനിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഗരം മസാല കൂട്ടിയിടുക. നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ഇടാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ പട്ട, കരാമ്പും, പെരുംജീരകം, ഏലക്ക അങ്ങനെ കുറച്ച് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ടു. അത് ശേഷം നമ്മൾ കുറച്ച് ഡാൽഡ ഒഴിക്കുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. ആ സമയത്ത് നമ്മുടെ ചെമ്മീനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ചെമ്മീൻ നന്നായി കഴുകുക തന്നെ. കഴുകി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിൽ അരി ഇട്ടിട്ട് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമ്മളപ്പോൾ അരി നന്നായിട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കഴുകുക തന്നെ. ഞാൻ എടുത്ത അരി എന്ന് പറയുന്നത് ബർക്കത്തിൻ്റെ അരിയാണ് കേട്ടോ, ചെറിയ അരി. അപ്പോൾ നമുക്കത് അതിലിടാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലോ കുറച്ച് നാരങ്ങ നീരൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഈ അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോറ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെമ്മീൻ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് വെക്കാം. അതിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇല്ല, ഗരം മസാലപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് സ്വർക്കം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ നമ്മൾ നന്നായിട്ട് മസാല ഒക്കെ തേച്ചിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി എന്തായി നോക്കാം. അരി അത് അവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഊറ്റി വേറൊരു പാത്രത്തിൽ കേട്ടോ, അല്ലെങ്കിൽ നല്ല പായസം ആവുള്ളൂ ചോറ്. അപ്പോൾ നമ്മളത് വേറൊരു അരിപ്പയിലേക്ക് വറുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാനിൽ നമ്മുടെ ബിരിയാണിക്കുള്ള ക്യാരറ്റ് വറുക്കാം കേട്ടോ. ക്യാരറ്റും പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് ഉള്ളിയും പിന്നെ കുരുമുളകല്ല, നമ്മുടെ ഈ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പിനും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ്, ഇതിലും ചെറുതായിട്ട് അരിയാം. പിന്നെ നന്നായിട്ട് അതിനെ നമ്മൾ മൂപ്പിച്ചെടുക്കാം കേട്ടോ. വറുത്തെടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് വറുത്തെടുത്ത് നമ്മൾ ഉള്ളി മൊത്തത്തിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പൊരിക്കാൻ നിൽക്കട്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് മൊത്തത്തിൽ പൊരിച്ചെടുക്കുക. പൊരിച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ബിരിയാണി, ഉള്ളി പൊരിച്ചിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി മൊത്തത്തിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുക തന്നെ. പൊരിച്ച് കുറച്ച് വേപ്പിൻ്റെലൊക്കെ ഇടാം നല്ല മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പൊരിച്ചെടുക്കുക. അങ്ങനെ പൊരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എന്താണ് ഞാൻ പിന്നെയും മറക്കണത് എന്താണത്, ഈ മുന്തിരി, ഉണക്കമുന്തിരി അങ്ങനെ ഇടുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഉണക്കമുന്തിരി അങ്ങനെ എടുത്തിട്ട് ഏത് കളറുള്ള മുന്തിരി എടുക്കുക കേട്ടോ. കറുപ്പ വേണമെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ഇതാണ് എല്ലാവരും ഇടാറ്. അപ്പോൾ ഞാനിതെടുത്തു. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ അതെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കോരിയെടുത്ത് നമ്മുടെ ചെമ്മീനെ പൊരിക്കയിലിടാം കേട്ടോ. ചെമ്മീൻ അത് നമ്മൾ അതിലിട്ടു. അത് നന്നായിട്ട് അങ്ങോട്ട് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടില്ലെങ്കിലും കുറച്ചങ്ങോട്ട് മുരിപ്പിച്ചെടുക്കാം. എന്നിട്ട് അങ്ങോട്ട് പൊരിപ്പിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് വീണ്ടും അത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ പച്ചമുളക് ഉണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ പച്ചമണം അങ്ങോട്ട് മാറി വരുമ്പോൾ നമ്മുടെ തക്കാളിനെ അതിലേക്ക് അങ്ങോട്ട് ഇടുക. തക്കാളി നമ്മൾ ഇളക്കി കൊടുക്കാണ്ട് അങ്ങോട്ട് വേവിക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാണ്ട് അങ്ങോട്ട് ഇട്ടാൽ നല്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കാം. അപ്പോൾ നമുക്കതങ്ങനെ വേവിക്കാം. ഇളക്കാണ്ട് ഞാൻ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ആവി കയറ്റി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയില്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് എരിവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അതിട്ടു. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇടുക കേട്ടോ. കുറച്ച് ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അതിൻ്റെ മേലേക്ക് ബിരിയാണിയുടെ റൈസിൻ്റെ മുകൾക്കിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈഡിൽ അരിയൊക്കെ നമ്മൾ വേർത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ഇത് മസാല വെന്താൽ ഈ റൈസ് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. അതിങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് നമ്മുടെ കുറച്ച് നെയ്യ് ഒഴിക്കണം. അത് കഴിഞ്ഞാൽ കുറച്ച് ഡാൽഡ ഒഴിക്കണം. പിന്നെ നമ്മുടെ ആ ക്യാരറ്റും മുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ ഉള്ളിയും കൂടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ മേളിൽ അങ്ങോട്ട് ഇടുക. അത് കുറച്ച് നേരം ആവി കയറ്റാം. അരി കുറച്ച് വേവ് കൂടുതലാണെങ്കിൽ അധികം ആവി കയറ്റൊന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് ഇടാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനൊക്കെ ഇടാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്നത് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി എടുത്ത് ആവി കയറ്റാം.
മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ